എന്നും ചതിയുടെയും വിശ്വാസവഞ്ചനയുടെയും പാത പിന്തുടർന്ന നിതീഷിനെ കാലം തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥ സംജാതമാകുമോ എന്നതാണ് ബീഹാറിൻ്റെ കാത്തിരിപ്പ്. കാട്ടുകൊള്ള കൊണ്ട് മോദിയും നിതീഷ് കുമാറും വീണ്ടും അധികാരത്തിൽ കയറുമ്പോഴും സത്യത്തിൽ വിഷം കലക്കി വെച്ച് കാത്തിരിക്കുകയാണ് മോദി. ചിരിച്ചുകൊണ്ട് സ്നേഹത്തിൽ പൊതിഞ്ഞ് കൂടെ നിന്ന് നിതീഷിനെ കോപ്പയിൽ നിറച്ച മധുരമുള്ള പാനീയം കൊടുത്ത് കൊല്ലാൻ ബീഹാറിൻ്റെ BJP ആധിപത്യം ഉറപ്പിക്കാൻ കൗശലത്തോടെ കരുക്കൾ നീക്കുകയാണ് വോട്ട് കൊള്ളയുടെ ഭീഷ്മാചാര്യനായ നരേന്ദ്രമോദി. 146 കോടി ജനതയെ, ഇന്ത്യൻ ജനതയെ വഞ്ചിച്ച ആൾക്ക് എന്ത് നിതീഷ്? 20 വർഷം മുഖ്യമന്ത്രി പദത്തിൽ വിരാജിച്ച നിതീഷ് ബീഹാറിൽ ഇത്തവണ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. BJPയുടെ നേട്ടം JDUവിന് ഉയർത്തുന്ന വെല്ലുവിളികൾ എന്തൊക്കെയെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. NDAയിലെ രണ്ട് പ്രധാന കക്ഷികളായ BJPയുടെയും JDUവിൻ്റെയും സീറ്റ് നില പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ചിത്രം JDUവിന് ആശങ്ക ഉളവാക്കുന്നതാണ്. ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിന് തന്നെ ലഭിക്കുമോ എന്നതാണ് JDUവിൽ ആശങ്കപ്പെടുത്തുന്നത്. BJPയിൽ ഒരു വിഭാഗം ഇത് ആവശ്യപ്പെട്ട് കഴിയുകയും ചെയ്തു. കാരണം BJPയിൽ നിന്ന് തന്നെയുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കണം എന്നത്. 243 അംഗ നിയമസഭയിൽ 202 സീറ്റുകൾ JDU BJP സഖ്യം നേടിയെങ്കിൽ BJP 89 നേടുകയും JDU 85 സീറ്റുകളിലും LJP 19ലും ഹാംസ് 5ലും RM 4ലും വിജയിച്ചാണ് 202 എന്ന സംഖ്യയിലേക്ക് NDA എത്തിപ്പെടുന്നത്. ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് BJPക്കാണ് എന്നത് നിലനിൽക്കുമ്പോഴാണ് നിതീഷിൻ്റെ നില പരുങ്ങലിലാവുന്നതാണ് എന്ന് നമ്മൾ കാണുന്നത്. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർക്ക് വിലപേശാനുള്ള അധികാരം ലഭിക്കും. അത് BJP കൃത്യമായി ഉപയോഗിക്കുമെന്നും നിതീഷിനും അറിയാം. ഇതൊക്കെ JDUവിൽ അങ്കലാപ്പുണ്ടാക്കുന്ന ഒരു ഘടകമായി മാറിക്കഴിഞ്ഞിട്ടുമുണ്ട്. എന്നിരുന്നാലും ബീഹാറിലെ സഖ്യത്തിൻ്റെ മുഖം തന്നെ നിതീഷ് കുമാർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ JDUവിനെ ഒതുക്കി BJPയിൽ നിന്ന് തന്നെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യവുമാണ്. അവരുടെ ആവശ്യവുമായി അത് മാറിക്കഴിഞ്ഞു. BJPക്ക് വേണമെങ്കിൽ മറ്റ് കക്ഷികളായ ചിരാഗ് പാസ്വാന്റെ LJPയെയും റാംമാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ചയെയും ചേർത്ത് നിർത്തിയാൽ ഇപ്പോൾ തന്നെ മന്ത്രിസഭ രൂപീകരിക്കാം. അങ്ങനെയെങ്കിൽ നിതീഷിനെ വെറും പ്രതിപക്ഷത്ത് ഇരുത്തുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ വരും തിരഞ്ഞെടുപ്പുകളിൽ JDUവിൻ്റെ പ്രാധാന്യം കുറച്ചു വരാനുള്ള ശ്രമങ്ങളും BJP ഇനി അങ്ങോട്ട് നടത്തിയേക്കും. അതിന് BJPയെ സഹായിക്കുന്നതാണ് ഇപ്പോഴുള്ള ഈ ലീഡ് നില. 2020 സാഹചര്യങ്ങൾ JDUവിന് അനുകൂലമായിരുന്നെങ്കിൽ 2025 സാഹചര്യങ്ങൾ വ്യത്യസ്തമായി മാറുകയായിരുന്നു. ഇവിടെ 2020 BJP എത്ര സീറ്റുകൾ നേടിയാലും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുമെന്ന് NDA അന്ന് വ്യക്തമാക്കിയിരുന്നു. എങ്കിലും JDUവിനേക്കാൾ കൂടുതൽ സീറ്റുകൾ BJP നേടിയിട്ട് പോലും നിതീഷിനെ BJP പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. കാരണം അന്ന് ഒറ്റ ലക്ഷ്യമാണ് ഇരു കൂട്ടർക്കും ഉണ്ടായിരുന്നത്. അന്ന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ തേജസ്വി യാദവിൻ്റെ RJDയെ പിന്നിലാക്കുക എന്നതായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം. 75 സീറ്റുകളിലായി ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഉയർന്നു വന്നിട്ടും RJDക്ക് അധികാരത്തിൽ വരാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. ഇക്കുറിയും നിതീഷിൻ്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം BJP നടത്തിയത്. നിതീഷിൻ്റെ നേതൃപരമായ കഴിവിനെ മോദി അടക്കമുള്ള BJP നേതാക്കൾ തുടർച്ചയായി പ്രശംസിക്കുകയും ചെയ്തു. എന്നാൽ നിതീഷ് വീണ്ടും മുഖ്യമന്ത്രിയാകുമോ എന്ന് ചോദിച്ചപ്പോഴെല്ലാം BJP നേതാക്കൾ വ്യക്തമായ ഒരു ഉത്തരവും നൽകാതെയിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നായിരുന്നു അവരുടെ വിശദീകരണം. ഇത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള നിതീഷിൻ്റെ സാധ്യതകൾക്ക് മങ്ങലേൽക്കുന്നു എന്ന സംശയവും ഉയരുന്നുണ്ട്. BJPയുടെ തീരുമാനങ്ങൾ പലപ്പോഴും പ്രവചനാതീതമാകുന്നത് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്തിമ ചിത്രം തെളിയാൻ ഇനി നമുക്ക് ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല. പക്ഷേ എന്നും അധികാര കസേരയോടുള്ള ഭ്രമം തലയ്ക്ക് പിടിച്ച നിതീഷിൻ്റെ തീരുമാനം ഒരുപക്ഷെ BJPക്ക് എല്ലാം കീഴ്മേൽ മറിയും എന്ന വിലയിരുത്തലും അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം നിതീഷിൻ്റെ ലക്ഷ്യം അധികാരം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ ഇനി സംഭവിക്കാനിരിക്കുന്നത് പ്രവചനാതീതമായ കാര്യങ്ങളാണ് എന്നത് വ്യക്തമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത്തവണ BJPയെ വരച്ച വരയിൽ നിർത്താൻ നിതീഷ് ശ്രമിക്കും. രാജ്യത്താകമാനം സത്യസന്ധമല്ലാത്ത രീതിയിൽ വോട്ട് കൊള്ളയിലൂടെ അധികാരം പിടിച്ചെടുക്കുന്ന BJP ഭയം മൂലമാണ് ഈ കുൽസിത പ്രവൃത്തി നടത്തി അധികാരത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല. നേരായ വണ്ണം തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയാതെ ആട്ടപ്പടലം BJP പരാജയം ഏറ്റുവാങ്ങുമെന്നറിയാവുന്ന BJP അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിലക്കെടുത്തുകൊണ്ട് അട്ടിമറിയിലൂടെ വിജയം കൈവരിച്ചത്.
ഇതിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന തെളിവുകൾ രാജ്യം അതീവ ജാഗ്രതയോടെ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിലാണ് വീണ്ടും മോദി കാട്ടുകൊള്ള നടത്തി അധികാരം ഉറപ്പിക്കുന്നത്. ബീഹാർ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഫലത്തിനിടയിൽ പല നവമാധ്യമങ്ങളും രാഹുൽ ഗാന്ധിക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് കളിയാക്കുന്ന അവസരത്തിൽ ഒരു കാര്യം ഉറപ്പാണ്. ഇന്ത്യയിൽ ഇന്ന് ഭരണഘടനയുടെ കഴുത്ത് മുറിച്ചു മാറ്റാതിരിക്കാൻ, ജനാധിപത്യം അവസാനിക്കാതിരിക്കാൻ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ഇവിടെ ഇങ്ങനെ വേണം. രാപ്പകലില്ലാതെ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന ഒരു അതുല്യ പ്രതിഭ. ഇനി ഇന്ത്യയുടെ പ്രതീക്ഷ അദ്ദേഹമല്ലാതെ ആരുമില്ല. ഒരേ ഒരു ചരിത്ര സാക്ഷി രാഹുൽ ഗാന്ധി മാത്രം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.